വടക്കേ മലബാറിൽ അത്യപൂർവമായി കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് വിഷ്ണുകുളികൻ തെയ്യം. വളരെ ചുരുക്കം കാവുകളിൽ മാത്രമാണ് വിഷ്ണുകുളികൻ തെയ്യത്തെ കെട്ടി ആരാധിച്ചു വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് എരിക്കുളം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൻ്റെ ഉപദേവാലയമായ ശ്രീ പടിഞ്ഞാർ ചാമുണ്ഡി ക്ഷേത്ര കളിയാട്ടത്തിൽ. തുലാമാസം 21 മുതൽ 29 വരെയാണ് പടിഞ്ഞാർ ചാമുണ്ഡി ക്ഷേത്രത്തിൽ കളിയാട്ടം നടക്കുന്നത്. ഇവിടെ വിഷ്ണുകുളികനെ കൂടാതെ പടിഞ്ഞാർ ചാമുണ്ഡി, വിഷ്ണുമൂർത്തി, പന്നിക്കുളത്ത് ചാമുണ്ഡി, 4 പാറക്കകത്ത് ചൗക്കാർ കുളികനെയും കെട്ടിയാടിക്കുന്നുണ്ട്. വിഷ്ണുമൂർത്തിയുടെ കോലം ഒഴിച്ച് ബാക്കി എല്ലാ കോലങ്ങളും ഇവിടെ ധരിക്കാനുള്ള അവകാശം നൽക്കത്തായ സമുദായത്തിനാണുള്ളത്. ഇപ്പോൾ കാണുന്ന വിഷ്ണുകുളികൻ്റെ കോലം ധരിച്ചിരിക്കുന്നത് നീലേശ്വരത്തുള്ള ബൈജു കലയപ്പാടിയാണ്. വിഷ്ണുകുളികൻ്റെ ഐതിഹ്യം എടുത്തു നോക്കിയാൽ പടിഞ്ഞാറെ ചാമുണ്ഡിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വടക്ക് നിന്ന് തെക്കോട്ട് കൈയെടുത്ത പടിഞ്ഞാറമ്മ വഴിയിൽ വെച്ച് വിഷ്ണുമൂർത്തിയെ കാണാനിടയുണ്ടായി. അങ്ങനെ ഇരുവരും ചങ്ങാത്തം സ്ഥാപിച്ച് ഒന്നിച്ച് യാത്രയായി. അങ്ങനെ സഞ്ചരിച്ച് ഇരുവരും പാത്തൂർ പട്ടേരി തറവാട്ടിൽ എത്തിച്ചേർന്നു. പടിഞ്ഞാറ്റയിൽ വച്ചിരുന്ന പാൽ കുടിക്കാനായി പടിഞ്ഞാറമ്മ അകത്തേക്ക് പോകുന്ന നേരം വിഷ്ണുമൂർത്തിയോട് പറഞ്ഞു, വിഷ്ണുമൂർത്തി, വനത്തിങ്കൽ അനേകം ഗോക്കളും വന്യമൃഗാദികളെല്ലാം ഉണ്ടാകാം, അതിനെ കൊന്ന് രുധിരം കുടിക്കല്ലേ എന്ന് പറഞ്ഞു. ഒരുപാട് നേരം കാത്തുനിന്ന വിഷ്ണുമൂർത്തി ഒടുവിൽ ആ പശുക്കളെയെല്ലാം കൊന്നൊടുക്കി രുധിരം പാനം ചെയ്തു. തിരിച്ചെത്തിയ പടിഞ്ഞാർ ചാമുണ്ഡി കാണുന്നത് നരിവേഷം പൂണ്ട വിഷ്ണുമൂർത്തി പശുക്കളെയെല്ലാം കൊന്നൊടുക്കി നിൽക്കുന്ന കാഴ്ചയാണ്. കോപിഷ്ഠയായ പടിഞ്ഞാർ ചാമുണ്ഡിയും വിഷ്ണുമൂർത്തിയും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. ഏറെ നേരം ആ യുദ്ധം നീണ്ടു നിന്നു. എന്നാൽ ഇരുവർക്കും തുല്യശക്തിയായതിനാൽ ആരും തോൽക്കുകയോ ജയിക്കുകയോ ചെയ്തിരുന്നില്ല. ക്രോധം കൊണ്ട് ഇരുവരും 2 വഴിക്കായി പിരിഞ്ഞു. തൻ്റെ ചങ്ങാതിയായ വിഷ്ണുമൂർത്തിയുടെ അഭാവത്തിൽ താൻ ഒറ്റക്കായി പോയി എന്ന് തോന്നിയ പടിഞ്ഞാർ ചാമുണ്ഡി വിഷ്ണുമൂർത്തിയെ പോലെ തന്നെ തനിക്കൊരു ആൺതുണ വേണമെന്ന് കരുതി സൃഷ്ടിച്ച ദേവനാണ് വിഷ്ണുകുളികൻ. പിന്നീട് വിഷ്ണുകുളികനെ തൻ്റെ കാര്യസ്ഥനായി പടിഞ്ഞാർ ചാമുണ്ഡി നിലയുറപ്പിച്ചു. വിഷ്ണുകുളികൻ്റെ ഐതിഹ്യത്തിൽ പ്രചാരത്തിലുള്ള ഒരു കഥ മാത്രമാണ് ഇത്. നൽക്കത്തായ സമുദായത്തിൻ്റെ തോറ്റത്തിലും ഈ കഥ വിവരിക്കുന്നുണ്ട്.
നാല് കാരണം കുറിച്ച് കുടുംബത്തിലും ദോഷവേദം വരെ എത്താറുണ്ട്. സന്തോഷമായോ? സന്തോഷമായോ നിങ്ങൾക്ക്? കണ്ടോ? ഇങ്ങനെ കണ്ടോ? ഭക്തിസാന്ദ്രമാകുന്നതായ തിരുമുറ്റത്ത് ദൈവം പുറങ്കാലൻ പുള്ളിക്കനെ കണ്ടുവല്ലോ. ആണോ? ആണോ? ഞങ്ങളാകുന്നതായ പരേക്കന്മാർ ഇവിടത്തോളം കാലം സൗഖ്യമല്ലാതെ പറ്റുന്നത് നിങ്ങളാകുന്ന ശക്തിയുണ്ടല്ലോ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതെ, 14 പ്രദേശം പൈക്കത്തൊട്ട് പയ്യന്നൂർ വരേക്കും പടർന്ന വള്ളിയെന്നും പരന്ന ജലഗണം എന്ന പ്രകാരം 4 കണക്കിന് കുടുംബാദികളുണ്ട്. ഒത്തുചേരാനും ഒത്തുപിടിക്കാനും ആയിരിക്കട്ടെ. വൈദ്യവേളയാക്കുന്നു അനേകം ചിന്തിക്കുന്നതിന് നാളത്തെ സുദിനം എൻ്റെ നായനാരുടെ തിരുവണ്ടി വരുന്നതായ അതുകൊണ്ട് കെട്ടിവെച്ച ഗ്രന്ഥോലെ കൊണ്ട് അഴിക്കോട്ടെ പെടുത്തിക്കുന്നത് തമസ് തത്വം തമസിൽ നിന്ന് ശബ്ദമുണ്ടായി. അതാണ് ആകാശം. ആകാശത്ത് പൃഥ്വിതത്വം ജലം ജലത്തിന് രസം രസത്തിന് അങ്ങനെ പഞ്ചതന്മാത്രങ്ങൾ ആവിർഭവിക്കുന്ന വേളയെങ്കില് വിശ്വകർമാവിന്റെ മകൾ സൂര്യഭഗവാനിൽ കുടുക്കന്മാര് ഇന്തും പുറപടി കഥയെടുത്തു. പാളാമക്കോട്ട, മൂളാമക്കോട്ട, കുഞ്ഞിക്കണ്ണിക്കോട്ട പല പല കോട്ടകൾ താണ്ടി ഒടുവിൽ അത്തിക്കോട്ട മുഖ്യമാക്കി. അന്നാ ബ്രഹ്മാവ് ചോദിച്ചു, ആരാണ് അത്തിക്കോട്ട മുഖ്യമായിട്ട് കൈയെടുത്തത്? എന്റെ ബ്രഹ്മാവ്. ഞങ്ങൾ തന്നെ മുറ്റം മൂലികമാരെന്ന് ആവശ്യപ്പെട്ടു. ഭൂലോകത്ത് മർത്യന്മാരെ അനവധി നിരവധി വർദ്ധിച്ചു വന്നു. ഒന്നിനിപ്പോൾ 2 കൊല്ലണം, 4 കൊല്ലണം, ഒരിക്കൽ കൊല്ലണം, അങ്ങനെ ഇരിക്കുന്ന വരം ആവശ്യപ്പെട്ടു. എന്റെ ബ്രഹ്മാവോ ഇങ്ങനെയുള്ള വരം തന്നില്ല. മറ്റൊരു വരം നൽകി. എന്താണത്? 3 നാൾ പോകുന്ന പെരുവഴിക്ക് ഒരു ലക്ഷം വരം ഒരു ലക്ഷം സത്യത്തെ മന്ദാധിപം നടന്നിട്ട് വിളക്കിപ്പാൻ ആയിരം കീടം കാല് കരകാലി തുള്ളി യമതുള്ളി കാലവാസം കാലലക്ഷം കാലതിരുന്ന് കാലപശുവിലെ 4 ബന്ധങ്ങളും കുന്നോളമലരി കരിങ്കോഴി മാംസം കാടൽ പോലെ ശങ്കുരിശി 31 കൊല്ലത്തിൽ 3 അമൃതവർഷം 3 പുറത്തും വരുന്നവന്റെ വരുത്തം ബാബു 10ാമതെയും 12 സംക്രമം പൂരവളക്കും. അങ്ങനെ കണ്ടുമുട്ടിക്ക് വന്നിരിക്കുന്നതായ വലുതാകുന്നതായ അനുഭവം അത് നിഷേധിച്ച് ഞാനാകുന്ന ദൈവം ഇവിടെ കുടിയിരിക്കാനുള്ളതായ കഥകളും കാര്യങ്ങളും പറയാതെ വിഷ്ണുവികായിരിക്കുന്നതായ നാമം ലഭിച്ചതും അങ്ങനെ പല പല കഥകളുണ്ട്. എനിക്ക് പയ്യെ വേളയാക്കി ചിന്തിക്കുന്നില്ല ദൈവം അല്ലേ പറക്കാതെയാ നിങ്ങളാകുന്ന ഗ്രഹത്തിൻ്റെതായ കരുത്തുള്ളതിനെ എനിക്ക് അപ്പുറത്തൊക്കെ ഇന്നത്തെ ദിവസം നിരോധിക്കാനായിരിക്കും. സന്തോഷമായോ? പറയാനും അല്ലെ കരയാനും ഒരുപിടി കഥകൾ ഉണ്ടാകാം. വിശിഷ്ടാതിഥികളുണ്ടോ? ഉണ്ടോ? നല്ല കാര്യം വളരെ വിശിഷ്ടാതിഥികളുണ്ടോ? ആ വിളിക്കണോ? ഓരോരുത്തരായിട്ട് അന്വേഷിക്കണോ? എത്ര ദിനങ്ങളായി വെള്ളിത്തീർത്താ നിങ്ങള് ഇന്ന് ഇരുന്നലായിരിക്കുന്നതായ കമനീയ മുഹൂർത്തം. സന്തോഷമാണോ സങ്കടമാണോ?
എന്നിങ്ങനെ കാണാനും എന്റെ കരത്തിൽ നിന്നും ഒരുമുള്ള പ്രസാദം സ്വീകരിക്കുവാനും ആരൊക്കെ ഉണ്ടായില്ല എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഞാനാകുന്ന ദേവനല്ലാതെ മറ്റാർക്കറിയാം. ഇന്ന് വാങ്ങിയ കൊടിയനെ കൊണ്ട് നാളത്തെ വരെ പ്രഭാവം കാണുവാൻ സാധിക്കുമെന്ന വിശ്വാസം എങ്കിലും ദീപമെന്ന വിശ്വാസം ഭയഭക്തി വിനയ ശ്രദ്ധ ഹോമ ധൂപ ദീപാലങ്കാരങ്ങളോടും പഞ്ചവാച ലയനങ്ങളോടും ദൈവമെന്നിരിക്കുന്നതായ ശക്തിയുടേതായ നടനം കണ്ടു. ശ്രേഷ്ഠമാകുന്ന അനുഭവം ദൈവം തരുമെന്നിരിക്കുന്നതായ വിശ്വാസം ആണല്ലോ ഇവിടെ നിങ്ങളെ ആയതുകൊണ്ട് വൈകിയ വേളയാകുന്നു. എങ്കിലും സങ്കടമായോ? ദൈവം വിളിച്ചില്ലാത്തിരിക്കും സങ്കടമുണ്ടോ? മനസ്സിന്റെ കണ്ണാടിയാണ് മടിക്കനാല് കുടിഞ്ഞ മുന്നേറ്റം മണിക്കപ്പണി കടി പകുതി മണിക്ഷേത്രമാരുടെ സംസ്ഥാനത്തിടമ്പാടും മര്യാദീശ്വരനിരിക്കുന്നതായ നാടുന്നതായ ആ പുതിയ പൂക്കൾക്ക് പലതാകുന്നതായ ആ പരിയക്കോട്ട സ്ഥാനമുഖ്യമായിട്ടും അല്ലേ ഒക്കെ നാല് വിട്ടത്ത് ഒരിക്കലും കൊണ്ടുവന്നിരിക്കുന്ന ശക്തിയുടേതായ അരികനായിട്ട് കർമ്മം അല്ലേ വലുതാകുന്ന കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് കർമ്മസുഖം കർമ്മഫലം ചെയ്യും എൻ്റെ ദൈവബന്ധരിക്കുന്ന അർത്ഥാനാമാർജിതരക്ഷണേ ആയേ ദുഃഖ വയേ ദുഃഖ അർത്ഥ ദുഃഖവാചനം എന്റെ ഭണ്ഡാരം ഈ ഭണ്ഡാരം ധരിക്കുന്നതായ ഈ മുറിവിൽ ധനം കൊണ്ട് നിറഞ്ഞാൽ മാത്രം മതി. ധനം കൊണ്ട് മാത്രമാണ് സന്തോഷമുണ്ടാകുന്നത്. ഈ നിറഞ്ഞത് അത്രയും എൻ്റെ ഭക്തരാകുന്നു അല്ലേ. ഈ ഭക്തർ ജനസഹസ്രങ്ങൾ ഇനിയും ഒഴുകി എത്തിയിട്ട് ഇതല്ല ഇതിനുപരീതമായിട്ട് തുളുമ്പി മറയേണ്ടതായ രൂപം അതുപോലെ തന്നെ ഭക്തമാകുന്നതായ രൂപങ്ങൾ ഇനിയും വനച്ചു തീർക്കാൻ ഇതിൻ്റെ കരങ്ങൾക്കും കാലുകൾക്കും മനസ്സിനും ശിരസിനും സൗഖ്യമുണ്ടാക്കി ആരോഗ്യ സൗഖ്യം വേദികൾ കാണുവാനും ഒരുപാട് നേരങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം എന്റെ നാലുകാരണമുള്ളവരെ ശേഷം 10 ഇറക്കാതിയന്മാരെ മടിക്കാതെ ഇന്നത്തതാകുന്ന സുദിനം ഞാനാകുന്നതായ ഞാനാകുന്ന ദൈവത്തിന്റെ തിരുമുടി ഇവിടെ അഴിയിട്ടതായ നിമിത്തമാണ്. പറയാനുണ്ടോ നിങ്ങൾക്ക് വേറിട്ട്? എന്റെ നേരെ മാത്രം സങ്കടം ഉണ്ടായി. എന്റെ ചുറ്റിന്റെ പ്രകാശം എവിടെ നിന്ന് കാണിച്ചാലും ഒരുവനെ നോക്കി മാത്രമാണോ? ആണോ? ഞാനിവിടെ നിൽക്കുന്നത് ഒരുവനെ നോക്കി മാത്രമാണോ? അല്ലല്ലോ. അതാണ് അല്ലേ വിളിച്ചു വരുത്തി അതിനുള്ള മൊഴികൾ സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടികളും അതുകൊണ്ട് അതിനുള്ളതായ സങ്കടം കൊടുക്കാൻ പറഞ്ഞു മൊഴി എന്റെ പഠിച്ചമാരി കേട്ടു സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ സമക്ഷം നിന്നു. അതല്ലാതെ എള്ളോട്ട് വേറിട്ട് പറയേണ്ട കാര്യമില്ല. ആയിരിക്കും ഒഴിഞ്ഞിരിക്കുന്ന കുഴികൾ നികത്താൻ നാളെ എന്റെ നാനാകും. പെറ്റമാതാവ് കഴിഞ്ഞാൽ പോറ്റിപ്പിടിച്ച് വളർത്തിക്കുന്ന അച്ചി പടിഞ്ഞേറ്റിൽ വാഴുന്നതായ ആ മഹത്താകുന്ന ശക്തിയുണ്ട് അവിടെയായി. അതുകൊണ്ട് ബിരിയാണിക്കൊണ്ട് ആർക്കും കൊടുക്കാം. പക്ഷീണ ബലമാകാശം മത്സ്യാണ ഉദകം ബലം ദുർജനസ്യ ബലം രാജ
ബാലാനാം ബലം രോദനം. പക്ഷികൾക്ക് എന്താണ് ബലം? ആകാശം. മത്സ്യങ്ങൾക്കോ ജലം. ദരിദ്രാകുന്നതായ ഭക്തർക്കോ രാജാവ് തന്നെ. ശിശുക്കൾക്കോ അവരുടെ കരച്ചിലാകുന്നു. നിങ്ങൾക്ക് എന്താണ് ബലം? എന്റെ 4 കാരണത്തിലൂടെ നിങ്ങൾക്ക് ആരാണ് ഇവിടെ ശക്തിയായിട്ട് നിൽക്കുന്നത്? ഞങ്ങളല്ലേ? അല്ലേ? ഈ ശക്തികൾ മനസ്സിലും ഓരോരാളെ മനസ്സിലും അതുണ്ട്. ദൈവം എന്നുള്ളത് അതാണ് ചിന്തിക്കുന്നത് അല്ലേ? ഞങ്ങളാകുന്നതായ ശക്തികളൊക്കെ ആരും മനസ്സിനകത്ത് നിലയ്ക്ക് പ്രാധാന്യം വിളിക്കുന്ന മാത്രമെങ്കിലേ അല്ലേ പ്രത്യക്ഷനായിട്ട് നിങ്ങളുടെ സങ്കടം തീർന്നു. ഇനി ഇതുപോലെ കാണുമെങ്കിൽ അടുത്ത കാലത്ത് ഹൃദയത്തിൽ എല്ലാം ഉണ്ടാകുന്നതിലും കാര്യമില്ല. നമ്മൾ മുന്നോട്ട് കാലത്തോട് കാലമെടുക്കണം അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതാം അഭ്യുത്ഥാനാം അധർമ്മസ്യ തദാത്മനാം വിദ്യാസം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. അല്ലേ? എന്നാണോ അധർമ്മം അല്ലേ കൊടികൊട്ടി പറക്കുന്ന ധർമ്മത്തിന് ചുതി വന്ന് സംഭവിക്കുന്നത്, ആ നേരത്ത് ഉചിതമാകുന്ന അവതാരം കൊണ്ട് മംഗളകരമാകുന്ന കാര്യം നേടിത്തരണം എന്റെ വിളികാ. വിളിക്കാനായിരിക്കട്ടെ കേട്ടോ.